ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, സലാം പറയുന്ന വിഷയത്തിൽ നടന്നു പോകുന്ന രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുന്നു, അതല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്ന രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുന്നു എങ്കിൽ ആരാണ് സലാം കൊണ്ട് തുടങ്ങേണ്ടത്? ആരാണ് ആദ്യം സലാം പറയേണ്ടത് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം, അവരിൽ ചെറിയ ആൾ വലിയ ആളോട് സലാം പറയുക എന്നതാണ്. ഇനി അവർ രണ്ടുപേരും പ്രായത്തിൽ തുല്യത ഉള്ള ആളുകളാണെങ്കിലോ, എല്ലാ വിഷയങ്ങളിലും ഒരുപോലെയുള്ള ആളുകളാണെങ്കിൽ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നയാൾ ആരാണോ അയാളാണ് അവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ കാണാം, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ആരാണോ സലാം കൊണ്ട് തുടങ്ങിയത് അയാളാകുന്നു അവരിൽ രണ്ടാളുകളിൽ നല്ലയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപോലെയുള്ള രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആര് സലാം കൊണ്ട് തുടങ്ങണം? അതിലാരാണോ സലാം കൊണ്ട് തുടങ്ങുന്നത് അയാളാണ് അതിൽ ഉത്തമൻ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മാഷിയാനി ഇദജ്തമഅ ഫഅയ്യുഹുമാ യബ്ദഉ ബിസ്സലാം ഫഹുവ അഫ്ളൽ. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, നടന്നു പോകുന്ന രണ്ടാളുകൾ അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരിൽ ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് അവനാണ് ശ്രേഷ്ഠവാൻ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപോലെയുള്ള രണ്ടാളുകൾ സമപ്രായക്കാരാണ്, ഒരേപോലെയുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആര് ആദ്യം സലാം കൊണ്ട് തുടങ്ങണം എന്നിടത്ത് രണ്ടുപേരിൽ ആർക്കും ആദ്യം സലാം കൊണ്ട് തുടങ്ങാം. ആരാണോ സലാം കൊണ്ട് ആരംഭിക്കുന്നത് അയാളാണ് അഫ്ളൽ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.